ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു മസാല കൂടി പങ്കുവയ്ക്കാം. ഉളഹിയത്ത് അറുക്കുന്ന മൃഗങ്ങളിൽ പോത്തിനെയാണ് അറുക്കൽ ഉത്തമമെന്ന് പറയപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മാടുവർഗ്ഗങ്ങളിൽ ഏറ്റവും ഉത്തമം പോത്താണ് എന്ന് നമ്മുടെ ഫുഖഹാ വിവരിച്ചതായി എവിടെയും കാണപ്പെടുന്നില്ല എന്നതാണ്. പോത്താണ് ഉത്തമമെന്ന് നിരുപാധികം പറയപ്പെടാൻ കഴിയില്ല. പറഞ്ഞാൽ ഫുഖഹാ വിവരിക്കുന്ന ക്രമത്തിന് വിരുദ്ധമായി വരും എന്നതാണ് അതിനുള്ള കാരണം. ഇമാമുകൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഇണചേരൽ അധികമായിട്ടില്ലെങ്കിൽ ആൺമൃഗമാണ് പെൺമൃഗത്തേക്കാൾ ഏറ്റവും ഉത്തമം. കൂടുതൽ ഇണചേർന്ന ഒരു ആൺമൃഗമാണെങ്കിൽ പ്രസവിക്കാത്ത പെൺമൃഗമാണ് അവിടെ ഉത്തമം എന്ന് ആണ് കർമ്മശാസ്ത്രപക്ഷം. അതിന്റെ മാംസം ഉത്തമമാകുമെന്നതാണ് ഇങ്ങനെ ഒരു നിലപാട് കർമ്മശാസ്ത്രത്തിൽ വരാനുള്ള കാരണം. തെർശീഹ് പേജ് 204. നിറത്തിൽ വെളുപ്പാണ് ഉളുഹിയത്തിന് ഉത്തമം. അപ്പോൾ വെളുത്ത കാളയാണ് കറുത്ത പോത്തിനേക്കാൾ ഉത്തമമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വെളുത്ത നിറമുള്ള മൃഗമാണ് ഏറ്റവും ഉത്തമമെന്ന് തെളിവിന്റെ വെളിച്ചത്തിൽ ഫുഖഹാ വിവരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. തുഹ്ഫ 9/350. അള്ളാഹു നാഫിയ ഇൽമു തരട്ടെ. ഗരീബ് നവാസ് മീറാനിയ ഇസ്ലാമിക് ശരിയാത്ത് കോളേജ് അമ്പകുന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ വളരെ നല്ല മക്കളുമായി കൊണ്ട് അതിന്റെ പ്രവർത്തനം സുഗമമായി സന്തോഷകരമായി നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അമ്പകുന്ന് മഖാം സന്ദർശിക്കുന്നവർ ആ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിനുള്ള എല്ലാവിധ പിന്തുണകളും നിങ്ങൾ അറിയിക്കണം. അവിടെ വന്ന് നിങ്ങൾക്ക് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നുകർന്ന് നൽകാനുള്ള നല്ല ഒരു സ്ഥാപനമാണ്. പാപ്പയുടെ തണലിൽ വളരുന്ന നല്ല മക്കളായി തീരാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.